أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. نور في الظلمات أنسي في خلواتي يا سعدي وهنائي القرآن حياتي. نور ملأ القلب ففاض بحب كتاب الله أشرق دربي بالقرآن فشكرا يا رباه. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, സർവലോക നിയന്താവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണമേ എന്ന് സ്വന്തം നഫ്സിനെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറെ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു ഇബാദത്തായി, ഒരു കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ 15-16 ആയത്തുകളാണ്. ഖുർആനിന്റെ പഠനത്തിന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒത്തൊരുമിക്കാൻ കഴിയുക എന്നത് ഒരു വല്ലാത്ത തൗഫീഖ് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ അല്പകാലം ഇതെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ അന്നൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എന്തല്ലേ പള്ളിയൊക്കെ അടച്ചു, ക്ലാസ്സുകളൊക്കെ നിന്നു, ഇനി എന്നാണ് ഇതൊക്കെ ഒന്ന് തുറന്നു കിട്ടുക? പക്ഷെ തുറന്നപ്പോൾ ഉള്ള അവസ്ഥ എന്താ? പല ആളുകളും പറയാണ് തുറക്കേണ്ടിയില്ല,
രേഖകളില്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം ഒന്ന് ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ സൂറത്തു തൗബ 126-ാമത്തെ ആയത്ത്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറതൻ ഔ മർറതൈനി ثم لا يتوبون ولا هم يذكرون. അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അവർ നന്നാവുന്നില്ലല്ലോ. ചുരുക്കി പറഞ്ഞ ബാക്കിയുള്ള വാക്കിന്റെ ആശയം ഒന്നുള്ള പറയുന്നത് സുമ്മലായ ചൂബൂന, വന്നുപോയ അബദ്ധങ്ങളിൽ അവർ തൗബ ചെയ്യുന്നില്ല. വലാഹും യദ്ദക്കറൂൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. വളരെ സങ്കടകരമാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. പല നിലക്കും പീഡനങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളും സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ശത്രുക്കൾ നമ്മുടെ മേൽ ആധിപത്യം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അള്ളാഹുവിനോടുള്ള കടമകള് ആളുകള് വിസ്മരിച്ചു കളഞ്ഞാൽ അത് അള്ളാഹ് പറഞ്ഞതാണ്, അവർക്ക് മേൽ അവരുടെ ശത്രുക്കൾക്ക് ആധിപത്യം നൽകും എന്നത്. നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങി നിന്നു. എന്തുകൊണ്ട്? ആളുകൾ പഠിക്കാൻ തയ്യാറില്ല. വന്നിരുന്ന ആളുകൾ തന്നെ ഇല്ല. ഇനി എന്തൊരു പരീക്ഷണമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണാം. വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ അറിയോ, അള്ളാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട് ഖുർആനില്, ഒരു പരീക്ഷണം നിങ്ങൾക്ക് വന്നാൽ ഇനി വരാനുള്ളത് വന്നതിനേക്കാൾ ശക്തമായിരിക്കും. ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മളായി വരുത്തി വെക്കുന്നതാണ് എല്ലാ ദുരന്തങ്ങളും. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇനി ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് പല നിലക്കുള്ള വാർത്തകളും. ഏതുവരെ ഇത് നടന്നു പോകുന്നുവോ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇതെല്ലാം. നമ്മൾ പരാജയപ്പെട്ടാൽ കഠിനമായ പരീക്ഷണങ്ങളെ ലോകത്ത് നമുക്ക് നേരിടേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 15-16 ആയത്തുകൾ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. أعوذ
بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا നമ്മൾ വായിച്ച പാരായണം ചെയ്ത ആയത്തുകൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ, ഹഉലാഇ ഖൗമുന ഇത്തഖദു അത് നമ്മൾ ചേർത്തി വായിച്ചപ്പോൾ ഖൗമുനത്തഖദു എന്നാണ്. ഖൗമുനത്തഖദു അവിടെ ഈ എന്ന ഉച്ചാരണം അവിടെ നമ്മൾ പാരായണത്തിൽ വന്നിട്ടില്ല. ഖൗമുനത്തഖദു മിൻ ദൂനി അനൂന് സാക്കിന അവിടെ ഉച്ചരിക്കാൻ പാടില്ല, അവ്യക്തമാക്കി വായിക്കണം. ആലിഹതൻ ലൗലാ ഇവിടെയും തൻവീനായ നൂനും ഉച്ചരിക്കാൻ പാടില്ല, ലാമിലേക്ക് ചേർത്തി അത് വായിക്കണം. ആലിഹതൻ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താൻ അലൈഹിം ബിസുൽത്താൻ അവിടെ സുൽത്താനല്ല സുൽത്താൻ. ബയ്യിനിൻ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ മിമ്മൻ ഇഫ്തറ എന്നാണ്. നമ്മൾ ചേർത്തി വായിക്കുമ്പോൾ മിമ്മനിഫ്തറ മിമ്മനി ഇഫ്തറ എന്നല്ല വായിക്കേണ്ടത്, മിമ്മനിഫ്തറ. മീമിന് ശബ്ദ വന്നാലും മണിക്കണം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അലല്ലാഹി കദിബ കദിബ എന്നല്ല കദിബ. കഴിഞ്ഞ നേരെ എന്ന ഉച്ചാരണാണ്.
വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ് ഫഅവൂ ഇലൽ കഹ്ഫി യൻശുർ. ഇവിടെ ഈ നൂന് സാക്കിനയാണ്, ഉച്ചരിക്കുന്നില്ല. യൻശുർ എന്നല്ല വായിക്കുന്നത്, യൻശുർ. ആ നൂന് അവ്യക്തമാക്കി വായിക്കണം. റബ്ബുക്കും മിർ റഹ്മതി, മിർ റഹ്മതി. അല്ലേ, ഇവിടെയൊക്കെ മീമിന് ശബ്ദുണ്ട്, അത് മണിച്ച് വായിക്കണം. റബ്ബുക്കും മിർ റഹ്മതി, മിൻ റഹ്മതി എന്നാണ്, പക്ഷെ വായിക്കുമ്പോൾ മിർ റഹ്മതിഹി വയുഹയ്യ ലക്കും മിൻ. ഉണ്ടോ, ഈ മീമിന് ശബ്ദം വന്നത് കൊണ്ട് ഈ സാക്കിനായ മീമിനെ കൂടി ഇതിലേക്ക് ചേർത്തി മണിച്ച് വായിക്കണം. അംരിക്കും മിർഫഖ. ഇവിടെയും അംരിക്കും മിർഫഖ എന്നാണ് വായിക്കേണ്ടത്. ആ വായന ശ്രദ്ധിച്ച് നിർവഹിക്കുക. നമ്മൾ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവരുടെ പ്രഖ്യാപനമാണ് പറഞ്ഞത്. നാട് വിട്ട് പോകാൻ തയ്യാറായ ഒരു പറ്റം യുവാക്കൾ. അതിന്റെ കാരണം അവരെ വിഗ്രഹാരാധനക്ക് നിർബന്ധിക്കുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ നിർബന്ധത്തിന് വഴങ്ങാതെ വിഗ്രഹാരാധന നിർവഹിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന തീരുമാനിച്ചാൽ അവർ ആ നാട് വിട്ടു പോവുക, ആ നാട് വിടാൻ തയ്യാറാവുക. ആ സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ നമ്മൾ പറഞ്ഞു. എന്താണ്? റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അവർ പറയാ, നമ്മുടെ രക്ഷിതാവ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ, അവനെ കൂടാതെ അല്ലെങ്കിൽ അവന് പുറമെ ഒരു ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കൂല, ഒരു ഇലാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കൂല. അങ്ങനെ എങ്ങാനും ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ അക്രമികളായി, അന്യായമായ വാക്ക് പറഞ്ഞവരായി എന്ന് പറഞ്ഞ ആ ഒരു അവരുടെ ധീരമായ പ്രഖ്യാപനം, ഇതിന് ഞങ്ങളെ കിട്ടൂല എന്ന് അവർ പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് അവർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. അവർ പറയാ, ഹഉലാഇ ഖൗമുനാ, ഹഉലാഇ ഇവർ, ഇക്കൂട്ടർ, അല്ലേ? ഹഉലാഇ ഖൗമുനാ, ഖൗമ് സമൂഹം, ജനത, അല്ലേ? ഖൗമ് സമൂഹം, ജനത. ഖൗമി എന്റെ ജനത. ഖൗമുന ഞങ്ങളുടെ ഈ ജനത, ഞങ്ങളുടെ ഈ ജനത. ഹഉലാഇ ഖൗമുന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ജനത. ഇത്തഖദു അവർ സ്വീകരിച്ചു, ഇത്തഖദ സ്വീകരിച്ചു, മിൻ ദൂനിഹി അവന് പുറമെ, അല്ലെങ്കിൽ ദൂന എന്നുള്ളതിന് മഅ എന്ന അർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്ത് പഠിച്ചപ്പോൾ. അവന്റെ കൂടെ, ആരെ കൂടെ? മിൻ ദൂനില്ല, മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ മിൻ ദൂനില്ല, അല്ലാഹുവിന്റെ പുറമെ, അല്ലാഹുവിന്റെ കൂടെ.
ആലിഹത്തൻ. ആലിഹത്ത് ഇലാഹ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് അല്ലെ. ഇലാഹ് എന്ന് പറഞ്ഞാല് ആരാധ്യൻ, ദൈവം, ഇലാഹ്. ആലിഹത്തൻ ദൈവങ്ങളെ, ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചു എന്നാണ്. ഞങ്ങളുടെ ഈ ജനത കഴിഞ്ഞ ആഴ്ചയിൽ അവർ പറഞ്ഞു ആരാധനക്കർഹനായി ആരെയുള്ളൂ? റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളുടെ രക്ഷിതാവ് അവൻ ആരാണ്? റബ്ബുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെ, ഭൂമിയെ. അപ്പൊ ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ളതിനെയും അല്ലേ. റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്. പക്ഷെ ഈ ജനത ആ രക്ഷിതാവിന് പുറമെ പലരെയും ആരാധ്യന്മാരായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇലാഹ്. പല ആളുകളും പറയും ഞങ്ങൾ ഇലാഹാണ് എന്ന് കരുതുന്നില്ല. അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട ഇബാദത്തുകള്, പ്രാർത്ഥനകള്, നേർച്ച വഴിപാടുകള് അല്ലാത്ത ആളുകളിലേക്ക് അർപ്പിക്കുമ്പോ അത് ശരിയാക്കാൻ, അതിനെ വെള്ളപൂശാൻ കണ്ടെത്തുന്ന ഒരു ന്യായീകരണമാണ് ഞങ്ങൾ ഇലാഹാക്കുന്നില്ല. പക്ഷെ നമ്മൾ ആക്കേണ്ടതില്ല, അതാകും ഓട്ടോമാറ്റിക്. അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട ഇബാദത്തുകള്, കാരണം ആരാധ്യൻ അള്ളയാണ്. ആ അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട ഒരു ആരാധന അത് അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടിയിലേക്ക് പോയാൽ ആ സൃഷ്ടിയെ നമ്മൾ ആരാധ്യനാക്കലായി. നമ്മൾ ആക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ആവാതിരിക്കൂല. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ആലിഹത്തൻ എന്ന് പ്രയോഗിച്ചത്. ആരാധ്യന്മാരായി സ്വീകരിച്ചു എന്നാണ്. അത് ആരും സമ്മതിക്കുന്നില്ല. ഇപ്പോ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാറുണ്ട് അല്ലെ. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ലാത്ത, ഉസ്സ. അല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാട് അർപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെന്താ പറയുന്നത്? എന്തിനാണ് അവർ ആരാധിക്കുന്നത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാനാണ്. അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാനാണ് ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് ഇബാദത്ത് അർപ്പിക്കുന്നത്. പടച്ച റബ്ബിന്റെ അരികിൽ ഞങ്ങൾക്കൊരു സ്ഥാനം കിട്ടാൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഇവര് ശുപാർശ പറയാൻ, ഇവരിലൂടെ പടച്ച റബ്ബിന്റെ ആ പാരത്രികമായ ലോകത്ത് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും നേടിത്തരാൻ, അതിനാണ് ഞങ്ങൾ ഇവരെയൊക്കെ ആരാധിക്കുന്നത് എന്നാ പറഞ്ഞത്. അത് അവരും സമ്മതിച്ചിട്ടില്ല. ഇലാഹാക്കാൻ അവരും സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അള്ളാഹുവാകുന്ന ഇലാഹിന്റെ അടുത്ത് നിന്ന് സാമീപ്യം കിട്ടണം. പക്ഷെ അള്ളാഹ് പറയുന്നത് അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട ഇബാദത്തുകള് അത് ഏതൊരു സൃഷ്ടിയിലേക്ക് നിങ്ങൾ അർപ്പിക്കുന്നുവോ ആ സൃഷ്ടി അതിലൂടെ എന്തായി? നിങ്ങളുടെ ആരാധ്യനായി തീരുകയാണ്. അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചു. അല്ലാഹ് ഈ ജനതയുടെ, ഈ യുവാക്കളുടെ വാക്കാണ് ഈ പറയുന്നത്. അതിലെന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഖുർആനിൽ കൊടുക്കുമോ? അത് ഇല്ല. അപ്പൊ ഈ യുവാക്കളുടെ സംസാരം അല്ലാഹ് അറിയിക്കണം. അതേപോലെ പറയാണ്, അവർ അള്ളാഹുവിനെ കൂടാതെ പലരെയും ആരാധ്യന്മാരായി സ്വീകരിച്ചു. എന്നിട്ട് ആ യുവാക്കൾ നടത്തുന്ന വെല്ലുവിളി എന്താ? ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ലൗലാ യഅ്തൂന, അതാ യഅ്തി, അതാ ബി, കൊണ്ടുവരിക എന്നാണ്. അതാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക.
ലാ യഅ്തൂന അവർ കൊണ്ടുവരുന്നില്ല, അവർ കൊണ്ടുവരുന്നില്ല. ലൗ ലാ യഅ്തൂന എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുവാക്കള് അല്ലാഹുവിന് പുറമേ അവർ ആരാധിക്കുന്ന ഈ ആരാധന പല ആളുകൾക്ക് മുന്നിലും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നു. അപ്പൊ അതിന് അവർ കൊണ്ടുവരുന്നില്ല. അലൈഹിം അവരുടെ മേൽ, അഥവാ ഈ ആലിഹത്തിന്റെ വിഷയത്തിൽ പല ആളുകളിലേക്കും ആരാധനകൾ അർപ്പിക്കുന്നു. ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അവർ കൊണ്ടുവരാത്തത്? ബിസുൽത്താനിൻ ബയ്യിൻ. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രമാണം, തെളിവ്, ഹുജ്ജത്ത്, ബുർഹാൻ, അല്ലേ? സുൽത്താൻ പ്രമാണം, ബയ്യിൻ വ്യക്തമായ തെളിവ്. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവാക്കളുടെ ആ വാക്ക് അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അവർ ആരെയെല്ലാം ആലിഹത്തുകളായി സ്വീകരിച്ചിട്ടുണ്ടോ അത് ശരിയായ റൂട്ടാണ്, അത് സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവരുന്നതാണ്. അല്ലാഹുവല്ലാത്തവരിലേക്ക് അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ, അതാണല്ലോ ലക്ഷ്യം. അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി പിന്നെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ ഇത്തരം ഒരു പ്രവർത്തനം കടന്നു വരുമ്പോ, നമ്മുടെ നാടുകളിലും ഇടയാളന്മാരെ സ്വീകരിക്കാൻ, അല്ലെ, മധ്യവർത്തികളെ സ്വീകരിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് നേരിട്ട് നമുക്ക് അടുക്കാൻ സാധ്യമല്ല എന്നാണ് പറയാറുള്ളത്. എന്നിട്ട് ഉദാഹരണങ്ങളും കൊടുക്കാറുണ്ട്. ഒരു ട്രാൻസ്ഫോർമർ, അതിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുത്താൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഒരു ഇടയാളനെ മുന്നിൽ വെച്ച് ആ വ്യക്തിയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പൊ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ച ഏതെങ്കിലും അംബിയാഇനോട്, ഏതെങ്കിലും ഔലിയാഇന്റെ മുന്നിൽ നമ്മൾ പറയുക, അതിലൂടെ പടച്ചറബിലേക്ക് എത്തുക. അതാണ് എക്കാലഘട്ടത്തിലും ബഹുദൈവവിശ്വാസികൾ സ്വീകരിച്ച നിലപാട്. എല്ലാവരിലും അതാണ് കാണുന്നത്. ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ഒരു ഹൈന്ദവത ഇസ്ലാം തമ്മിലുള്ള ഒരു ഡിബേറ്റ്. അന്ന് പിന്നെ കേസരി ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന ഒരു ഹൈന്ദവ പണ്ഡിതനാണ് ഹൈന്ദവ വിഭാഗത്തുള്ള ഇതിന് സംസാരിക്കുന്നത്. ഇസ്ലാമിനെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനായ എം അക്ബർ സാഹിബും ആ വ്യക്തി പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ബിംബാരാധകർ എന്ന് വിളിക്കരുതേ എന്നാണ്. ഞാൻ ബിംബത്തെയല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, അതിലൂടെ ഞങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയിലൂടെ യഥാർത്ഥ ദൈവത്തിന്റെ സാമീപ്യം, അടുപ്പം, അത് ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. എക്കാലഘട്ടത്തിലും അതാണ് ദൈവവിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ഇസ്ലാം വ്യതിരക്തമാകുന്നത് അതിനൊരു ഇടയാളന്റെ ആവശ്യമില്ല, നേരിട്ട് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِي إِذَا دَعَانِي فَلْيَسْتَجِيبُوا لِي. നബിയെ, താങ്കളോട് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്ക്, ഞാൻ അവർക്ക് വളരെ അടുത്തവരാണ്, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം കൊടുക്കാം. ഒരു ഇടയാളനെയും ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇത് സ്വീകരിച്ച ആളുകളോട് ഈ യുവാക്കൾ നടത്തുന്ന വെല്ലുവിളി, ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, വ്യക്തമായ തെളിവ് എന്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നില്ല?
തെളിവില്ല. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ വെല്ലുവിളിയാണ്. അല്ലാഹു നടത്തിയ വെല്ലുവിളിയാണത്, അല്ലേ? ചില ആയത്തുകൾ നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിന്റെ 117-ാമത്തെ ആയത്ത് അല്ലാഹു പറയാ, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റു വല്ല ദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകള് ലാ ബുർഹാന ലഹു ബിഹി, അവന് അതിന് തെളിവായി ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല, അതിന് യാതൊരു പ്രമാണവും അവന്റെ പക്കലില്ല. അള്ളാഹുവിന്റെ കൂടെ ഒരു ദൈവത്തെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് അള്ളാഹു ഒന്നാമത് പറയുന്നത്. ഒരു തെളിവില്ല അതിന്. ഖുർആനിലെ ആയത്താണ്, പക്ഷെ പലരും ഖുർആനെ കൊണ്ട് തന്നെയാണ് അത് സ്ഥാപിക്കാറുള്ളത്, അല്ലേ? ഖുർആനെ കൊണ്ട് തന്നെയാണ് പറയുക അത് സ്ഥാപിക്കാറുള്ളത്. ഖുർആനിൽ അല്ലാഹു പറയില്ല ബുർഹാന ലഹു, ഒരു തെളിവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്തറിയോ? ദുആത്തുൻ അലാ അബ്വാബി ജഹന്നമ, നരകത്തിന്റെ കവാടത്തിൽ നിൽക്കുന്ന ചില പ്രബോധകന്മാരുണ്ട്, ചില ദാഇമാര്. അവര് ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രബോധകന്മാരായിട്ടാണ് അവരെ പരിചയപ്പെടുത്തിയത്. ആരെങ്കിലും അവർക്ക് ഉത്തരം നൽകിയാൽ അവർ നരകത്തിൽ വീഴും. ഇത് കേട്ടപ്പോ സ്വഹാബത്തിന് ബേജാറായി. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തന്നാലും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖൗമും മിൻ ജൽദതിനാ വയതകല്ലമൂന അൽസിനതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, അവര് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവര് തന്നെയാ, നമ്മുടെ പ്രമാണങ്ങൾ തന്നെയാണ് അവരും ഉദ്ധരിക്കുക. അഥവാ അവരുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ അവര് ഖുർആനാണ് പറയുക, ഹദീസുകളാണ് പറയുക. നമ്മൾ ചോദിക്കൽ, അവരും ഖുർആനല്ലേ പറഞ്ഞത്, അവരും ഹദീസല്ലേ പറഞ്ഞത്? അതെ. അങ്ങനെ ഹദീസ് പറഞ്ഞ ഖുർആൻ ഓതി അല്ലാഹു പഠിപ്പിച്ചതിന് നേരെ വിപരീതം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ചില ആളുകൾ ഉണ്ടെന്ന്. അത് ഖുർആൻ പറഞ്ഞതല്ലേ, അല്ലേ? സൂറത്തു തൗബയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ആയത്ത് എന്താ? 34-ാമത്തെ ആയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഓ ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ഒരുപാട് ആളുകളുണ്ട്. ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായി അതാ ജനങ്ങളുടെ ധനം തിന്നാനായി മാത്രം ഇറങ്ങിത്തിരിച്ച ചില ആളുകളുണ്ട്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് അവര്. ആര്? പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ. അതിനെ അറിയണം, പഠിക്കണം ഖുർആന്. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള ആയത്തുകൾ കേൾക്കുമ്പോഴേക്ക് നമ്മൾ അത് ശരിയാട്ടോ എന്നങ്ങ് സമ്മതിച്ചു പോകും. ഇത് വല്ലാത്തൊരു പരീക്ഷണ. ഇതിനോളം വലിയൊരു പരീക്ഷണമൊന്നും ലോകത്തൊന്നുമില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ വെല്ലുവിളിയാണ്. അല്ലാഹുവിന് പുറമെ ആർക്ക് മുന്നിൽ ഇബാദത്തുകൾ അർപ്പിക്കാൻ ഒരു തെളിവില്ല, ഒരു തെളിവില്ല. നിങ്ങൾ കൊണ്ടുവരൂ. വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു. 27-ാം അധ്യായം അതിന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല 27-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വിഷയം എന്താ? നോക്കൂ നിങ്ങൾ, അല്ലാഹു വെല്ലുവിളിക്കുക. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്തവൻ ആരാണ്? വമൻ യർസുഖുഹും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തുനിന്നും ഭൂമിയിൽ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനാരാ? അഇലാഹും മഅല്ലാഹ്, ആ റബ്ബിന്റെ കൂടെ ഒരു ഇലാഹിനെ നിങ്ങൾ സ്വീകരിക്കുകയോ? അല്ലാഹുവിന്റെ കൂടെ വേറെ വല്ല ദൈവങ്ങളുമുണ്ടോ? ഇതെല്ലാം ഒരുക്കിയവൻ അല്ലാഹുവല്ലേ, സൃഷ്ടിപ്പ് ആരംഭിച്ചത് അല്ലാഹുവല്ലേ, ഇനി അതിനെ മടക്കുന്നവനും അല്ലാഹുവല്ലേ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനും അല്ലാഹുവല്ലേ. എന്ന് അല്ലാഹു പറയാ, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹുവിന്റെ കൂടെ വേറെ പല ആളുകളിലേക്കും ആരാധനകൾ അർപ്പിക്കുന്ന മനുഷ്യരെ, ഹാതു ബുർഹാനകും, അതിനുള്ള നിങ്ങളുടെ തെളിവെന്താ? നിങ്ങളൊന്ന് കൊണ്ടുവരോ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നത് എങ്കിൽ. എന്താ തെളിവ് എന്നാ പഠിച്ചോന്റെ ചോദ്യം. അല്ലാഹു പറയാത്ത ഒരു തെളിവ് നിങ്ങൾക്ക് ഇവിടുന്ന കിട്ടിയത്. അപ്പൊ ഇതാണ് ഈ യുവാക്കളും ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, ഒരു തെളിവില്ലതിന്. എന്നിട്ട് പറയാണ്, തെളിവില്ലാത്ത ഒരു വിഷയം ദീനിലേക്ക് ഒരാള് കൊണ്ടുവന്നാൽ ഫമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, ഫമൻ, അപ്പോൾ ആരാണ്, അളമു, ഏറ്റവും വലിയ അക്രമി, മിമ്മൻ, ഒരുവനേക്കാൾ, മിമ്മൻ, മിൻ പ്ലസ് മൻ എന്നുള്ളതാണ് മിമ്മൻ, ഒരുവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണ് ഉള്ളത്? എന്താ അവന്റെ പ്രത്യേകത? ഇഫ്തറാ അലല്ലാഹി കദിബാ, ഇഫ്തറാ, അവൻ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയിരിക്കുന്നു, അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ, കദിബൻ, കളവിനെ. കദിബൻ അല്ലാഹുവിന്റെ ദീനിൽ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇതിലുള്ളതെല്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്. അപ്പൊ അല്ലാഹു പഠിപ്പിക്കാത്ത ഒന്ന് ഈ ദീനിന്റെ ഭാഗമായി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് ഉണ്ടാക്കലാണ്. കാരണം ഇത് ദീനിന്റെ ഭാഗമാക്കാൻ പറ്റൂല. ദീന് റബ്ബിന്റെതാ, ദീന് റബ്ബിന്റെതാ. ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ മതമാണ്, അല്ലേ? ലോകത്തുള്ള ഏത് മതങ്ങളും പരിശോധിച്ചോ, അതൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നാമമായിട്ടോ ഒരു ഭൂപ്രദേശത്തിന്റെ നാമമായിട്ടൊക്കെ ബന്ധമുള്ള മതങ്ങളായിരിക്കും. ഇപ്പോ ഒരുപാട് ജനങ്ങളുള്ള ക്രിസ്തു മതം, യേശു ക്രിസ്തുവിന് മുമ്പ് ഇവിടെ ഇങ്ങനൊരു മതം ഇല്ല. പക്ഷെ ഇസ്ലാം എന്നത് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒരു മതമല്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തിന്റെയോ നാമമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് റബ്ബിന്റെ ദീനാണത്, അള്ളാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് ഈ മതത്തിൽ എന്തു വേണം, എന്തു പാടില്ല, അത് വ്യക്തമായി വേദഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ അള്ളാഹു മാനവ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാടില്ലെന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം മതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാനോ ആ മതം പഠിപ്പിക്കാത്ത ഒന്ന് ഈ മതത്തിലേക്ക് ചേർക്കാനോ ആർക്കും അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ദുൽമ ചെയ്തവൻ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏറ്റവും വലിയ ദുൽമ ചെയ്തവൻ അവനാ. ഇപ്പോ റജബ് മാസം, അല്ലെ, എക്സാമ്പിൾ എടുക്കാം. റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. എന്താ ഈ മാസത്തിന്റെ പ്രത്യേകത? ഈ മാസം അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ്, അല്ലെ? 12 മാസങ്ങളിൽ
പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസം അല്ലേ? 3 മാസങ്ങൾ തുടർച്ചയായി വരുന്ന ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? യുദ്ധം നിഷിദ്ധമാക്കിയ മാസം. 1, ഈ മാസത്തിൽ ചെയ്യുന്ന തിന്മ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഗുരുതരമായതാണ്. ഈ മാസത്തിൽ ചെയ്യുന്ന തിന്മ അത് പവിത്രമാക്കപ്പെട്ട ഏത് മാസത്തിന്റെയും ദിവസത്തിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസം തെറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റുള്ള ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായതാണ് പടച്ചറബിന്റെ കോടതി. ഈ മാസത്തിൽ തെറ്റ് ചെയ്യുക എന്നുള്ളതും അങ്ങനെ തന്നെയാണ്. ഈ മാസം ചെയ്യുന്ന നന്മകൾക്ക് മറ്റുള്ള മാസങ്ങളെക്കാൾ മഹത്വമുണ്ട്. ഈ ഇരുത്തുണ്ടല്ലോ, ഈ ഇരുത്തം ഇത് മറ്റുള്ള മാസങ്ങളെക്കാൾ മഹത്വം കൂടിയതാണ് ഈ മാസത്തിലാകുമ്പോ. പിന്നെന്താ? ഇതേ ഉള്ളൂ. അപ്പൊ പിന്നെ സമൂഹത്തിലുണ്ടല്ലോ എന്താണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന ദിക്റുകളൊക്കെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന റജബ് മാസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. ഇനി റജബ് മാസം ഒരു പ്രത്യേകമായ നോമ്പുണ്ടല്ലോ, മിഅ്റാജ് നോമ്പ് ഇല്ല. അതാരെങ്കിലും മതത്തിന്റെ ഭാഗമായി ഉണ്ടെന്ന് പറഞ്ഞാൽ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. ഒരു സംശയവുമില്ല. കാരണം അത് ദീനില്ലാത്തതാണ്. ദീനിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു നോമ്പ് എന്തുകൊണ്ടാണ് ഈ മിഅ്റാജ് നോമ്പ് വന്നത് തന്നെ? ഇസ്രാ മിഅ്റാജ് റജബിലാണെന്ന് ആരെ പറഞ്ഞ്? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇനി ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു നോമ്പെടുക്കാൻ ആര് പറയണം? സ്വന്തം ഇഷ്ടപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വരെ ദീനിൽ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. ഞാൻ പഠിപ്പിക്കാത്ത വല്ലതും മതത്തിന്റെ ഭാഗമായി നബിയെ ജനങ്ങളെ പഠിപ്പിച്ചാൽ വലത് കൈ കൊണ്ട് ചങ്ങലയുടെ ജീവനാടി പിടിച്ച് ഞാനങ്ങ് മുറിച്ചു കളയുന്നതാ, കൊന്നുകളയുമെന്ന റബ്ബിന്റെ ഭീഷണി റസൂലുള്ളാഹിനോടാ. ഇത് നിസ്സാരമായ കാര്യമില്ല. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞത് ഇത് ഗുരുതരമായതാ. ഇതൊക്കെ ദീനിന്റെ ഭാഗമായി നല്ലതല്ലേ എന്ന് ചിന്തിച്ച ആളുകൾ ചെയ്യുന്നത്, ഇടയാളന്മാരെ സ്വീകരിച്ചത്, ഔലിയായിനോട് സഹായം തേടി പ്രാർത്ഥിക്കുന്നത്, അത് ചെയ്യാത്തവര് ദീനിന്റെ പുറത്ത സമൂഹത്തിൽ നിന്ന്. അതുകൊണ്ട് അല്ലാഹ് പറയുക, അള്ളാന്റെ ദീനിൽ എന്ത് വേണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അതിലില്ലാത്ത ഒന്ന് ഇതിന്റെ പേരിൽ ഉണ്ടാക്കാൻ, അങ്ങനെ പടച്ചോന്റെ പേരിൽ കളവുണ്ടാക്കാൻ നിൽക്കണ്ട. അത് ഏറ്റവും വലിയ പാതകമാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ എന്തായിരിക്കും അവസ്ഥ അറിയോ? അള്ളാഹ് പറയാ, പിന്നെ സൂറത്ത് വിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 93-ാമത്തെ ആയത്ത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫമൻ അദ്ലമ മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. ഇങ്ങനെ അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വരുന്ന വാഗം അറിയോ? വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. ഈ അക്രമികളായ ആളുകളുണ്ടല്ലോ, ആ അവരുടെ മരണത്തിന്റെ ആ സന്ദർഭമുണ്ടല്ലോ, ആ സമയത്തതാ വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകുമുൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അല്ലാഹ് പറയാ,
അവരുടെ ആത്മാക്കളെ നിങ്ങൾ പുറത്തിറക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാ. കൈകൾ നീട്ടുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മലായികത്തുകൾ അടിക്കുകയാണ്. ആത്മാവിനെ പിടികൂടുന്ന സമയത്ത് മുഖത്തും പിരടിയിലുമെല്ലാം മലായികത്തുകൾ അടിക്കുമെന്നാണ്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, എന്നിട്ട് അല്ലാഹു ശേഷം പറയുകയാണ്, എന്തു പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത് എന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് അല്ല പറയാത്തതാണ്, നിങ്ങൾ ചെയ്തത് അല്ല പറഞ്ഞു തരാത്തതാണ്. അതിനാണ് അപ്പൊ മരണം പ്രയാസകരമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം 37-ാമത്തെ ആയത്തിൽ കാണാം, ഇതേപോലെ തന്നെ അല്ലാഹു പറയാ, ഫമന അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞ ആളുകളെക്കാൾ വലിയ അക്രമിയാരാ? എന്നിട്ട് സഹോദരങ്ങളെ, മരണത്തിന്റെ സമയത്തതാ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ, അവരുടെ ആത്മാവിനെ പിടിക്കാൻ മലായികത്തുകൾ വരുന്ന സന്ദർഭത്തിൽ ആ മലായികത്തുകൾ പറയുകയാണ്, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരെല്ലാം എവിടെ പോയി? വിളിക്ക് നിങ്ങളവരെ. നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയുമോ? ഞങ്ങളൊന്ന് നോക്കട്ടെ. മലായികത്തുകൾ കളിയാക്കിക്കൊണ്ട് ചോദിക്കുക അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നു, അല്ലാഹു വല്ലാത്ത ഒരാൾക്ക് മുന്നിലും ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല. അത് ദീൻ പഠിപ്പിക്കാത്തതാണ്. ദീനിലുള്ളത് ചെയ്യാനാണ് പറഞ്ഞത്. നല്ലതല്ലേ എന്ന് ചിന്തിച്ച് ഒന്നും പഠിപ്പിക്കാതൊന്നും ചെയ്യാൻ പാടില്ല. ശരി, ഇനി 2-ാമത്തെ വചനം നോക്കുക. ഇത് അവരെ തമ്മിൽ പരസ്പരം സംസാരിച്ചതാണ്. ഇനിയുള്ള വാക്ക് എന്താണ്? വാവ് വ ഇദ്ഇതസൽതുമൂഹും. യഅതസല എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, വെടിയുക എന്നൊക്കെയാണ്. യഅതസല വിട്ടു നിൽക്കുക. യഅതസൽതുമൂ, നിങ്ങൾ വിട്ട് നിന്നതിനാൽ, ഹും അവരെ. യഅതസല ഇജ്തനിബ, ഇജ്തനബ ഇജ്തനിബു, അല്ലെങ്കിൽ ഫാറഖ ഇഫാരിഖു, വേറിട്ട് പോയി, വിട്ടൊഴിഞ്ഞു പോയി എന്നൊക്കെ ഇഅ്തസല എന്ന് പറഞ്ഞു. വ ഇദ്ഇതസൽതുമൂഹും, നിങ്ങൾ അവരെ ഒഴിവാക്കിയതിനാൽ. അവർ എന്ന് പറഞ്ഞാൽ ഈ ആവുലായി ഖൗമുന, ആ ജനത. ഈ യുവാക്കൾ അന്യോന്യം പറഞ്ഞ വാക്കാണ്, അവര് പരസ്പരം പറഞ്ഞതാണ് ഈ പറയുന്നത്. ഈ വാവ് ഇസ്തിഗ്നാഫി എന്ന് പറയും. വേറെ വിഷയത്തിലേക്ക് പോവുകയാണ്. അവർ പരസ്പരം പറഞ്ഞപ്പോൾ എന്താണ്? യഅ്തസൽതുമൂഹും, നിങ്ങൾ അവരെ ഒഴിവാക്കി. വമാ യഅ്ബുദൂന, അവർ ആരാധിക്കുന്നതിനെയും, ഇല്ലല്ല, അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹു ഒഴികെ. അപ്പൊ ഈ യുവാക്കൾ പരസ്പരം പറഞ്ഞ വാക്കുകളാണ്. അവരെയും അല്ലാഹു ഒഴികെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് ഫഅവൂ, നിങ്ങൾ അഭയം തേടിക്കൊള്ളുക. ഫ അതിനാൽ തഅഖീബിന്റെതാണ് ഫ. അതിൽ പിന്നെ ഫഅവൂ, അവ എന്ന് പറഞ്ഞാൽ അഭയം പ്രാപിക്കുക, അഭയം പ്രാപിച്ചു. ആവ എന്ന് പറഞ്ഞാൽ അഭയം നൽകുക എന്നാണ്. അവ അഭയം പ്രാപിക്കുക. അതിനാൽ നിങ്ങൾ അഭയം പ്രാപിച്ചു കൊള്ളുക. ഇലൽ കഹ്ഫ്, ഗുഹയിലേക്ക്. അവര് പരസ്പരം പറഞ്ഞതാണ്. എല്ലാരും ഒഴിവാക്കി നമ്മൾ പോന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ
ഗുഹയിൽ അഭയം തേടാം. ഇവിടെ വ്യക്തമാണ് കാര്യം. എന്താണ്? വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. കണ്ടോ? അപ്പൊ അവർ ആരാധിച്ചതിനെയും ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ നമ്മൾ ഒഴിവാക്കി പോന്നു. അപ്പൊ അള്ളാഹുവിനെയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അവർ ആരാധിച്ചിരുന്നതിനെയും നമ്മൾ ഒഴിവാക്കി. ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ, അള്ളാഹുവിനെ ഒഴികെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് ഖുർആനിൽ. 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിന്റെ 26-27 ആയത്തുകളാണ്. 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫ് 26-27. എന്താണ്? وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോടും ജനതയോടും പറഞ്ഞ സന്ദർഭം, ഇന്നനീ ബറാഉം മിമ്മാ തഅബുദൂൻ, തീർച്ചയായും ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാ. നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിന്റെ മുന്നിലും ഞാൻ ആരാധിക്കുകയില്ല. എന്നിട്ട് പറയാണ്, ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനൊഴികെ അവനാണ് എനിക്ക് മാർഗദർശനം നൽകിയത്. അഥവാ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ നിന്ന് എല്ലാത്തിനെയും ഞാൻ ഒഴിവാക്കുന്നു, എന്നെ സൃഷ്ടിച്ച റബ്ബിനെ ഒഴികെ. എന്നാൽ ആ ജനതയും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇവരെയൊക്കെ. അതാണ് മിൻ ദൂനിഹി ആലിഹതൻ. അതാണ് ഇവിടെയും കണവമായ യഅ്ബുദൂന ഇല്ലല്ലാഹ്, അവർ അള്ളാഹുവിനെ കൂടാതെ എന്തിനെയെല്ലാം ആരാധിക്കുന്നുവോ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടൊഴിഞ്ഞു പോകുന്നതിനാൽ ഫഅവൂ ഇലൽ കഹ്ഫ്, ഗുഹയിൽ അഭയം തേടിക്കൊള്ളുക എന്ന് ആ ജനതയോട് പരസ്പരം അവർ പറഞ്ഞ വാക്കാണ്. എന്നിട്ടോ യൻശുറു ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി. നശറ യൻശുറു എന്ന് പറഞ്ഞാൽ ബസത യബ്സുതു, വിശാലമായി നൽകുക. യൻശുർ ലക്കും, നിങ്ങൾക്ക് വിശാലമായി നൽകും. റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്, മിർ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിൽ നിന്ന്. റബ്ബ് അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമായി നൽകും. ഇത് പരസ്പരം പറയാണ് എന്ന് പറഞ്ഞാൽ ഒരു പേടി പേടിക്കണ്ട, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കണം. നമ്മൾ പോകുന്നത് എന്തിനാ? നാട് വിട്ടു പോകുന്നത് എന്തിനാ? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പോകുന്നതല്ല, ഒളിച്ചോട്ടല്ല, അല്ലേ? പിടിക്കപ്പെടാതിരിക്കാൻ തെറ്റ് ചെയ്തിട്ട് മുങ്ങിയതല്ല. മറിച്ച് റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല, അത് ഞങ്ങളെ കിട്ടൂല എന്ന തീരുമാനത്തിൽ ആ റബ്ബിന് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. അവന് പുറമേ അവന്റെ കൂടെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കൂല എന്ന പ്രഖ്യാപനത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് അവരവിടുന്ന് പോരുന്നത്. നമ്മൾ നാട്ടുകാരെ വിട്ടു, അവർ ആരാധിക്കുന്ന ദൈവങ്ങളെയെല്ലാം ഒഴിവാക്കി നമ്മൾ പോന്നു. എന്തിനാണ്? റബ്ബിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് റബ്ബ് നമുക്ക് അവന്റെ റഹ്മത്ത് വിശാലമായി നൽകും. ഒരു ശുഭ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിന്റെ മാർഗത്തിൽ നിൽക്കുമ്പോഴേ ഒരു പ്രതീക്ഷ വേണം. അവന്റെ റഹ്മത്ത് എപ്പോഴും ലഭിക്കുമെന്നവരും, അതാണ് ഇവിടെ നമുക്ക് അല്ലാഹു പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പോരുമ്പോൾ ആൾക്കാർ ഓരോന്ന് പറയാൻ എമ്പാടും ആൾക്കാരുണ്ടാവും, അല്ലേ? ഇവിടെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ പോരുന്നത് റബ്ബിന് വേണ്ടിയാണ്, റബ്ബിന്റെ മാർഗത്തിലാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. റബ്ബ് സുബ്ഹാനഹു വ തആല മാർഗത്തിൽ അവന്റെ ദീന് പഠിക്കാൻ ഒരു മാർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അവൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ റഹ്മത്ത്
അവൻ വിശാലമായി നൽകും. വയുഹയ്യ ലക്കും, അവൻ നിങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്യും. ഹയ്യഅ യുഹയ്യിഉ, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ആ പദം. ഒരുക്കി തരും, എളുപ്പമാക്കി തരും. മിൻ അംരിക്കും, നിങ്ങളുടെ കാര്യങ്ങളിൽ. അമ്ര കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ. മിർഫഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല മിർഫഖ, മിർഫഖ് എന്ന് പറഞ്ഞാൽ ഉപകാരം, അതുപോലെ തന്നെ ഫലം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മിർഫഖ, മിർഫിഖ് എന്നും ഖിറാഅത്തുണ്ട് അവിടെ. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവൻ ഒരു പോംവഴി, ഒരു ഫലം അവൻ നിങ്ങൾക്ക് ഒരുക്കി തരും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതെല്ലാം അവന് എളുപ്പമാക്കി തരും. നിങ്ങളുടെ ഏത് കാര്യത്തിലും അവൻ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യും. ഇത് അവർ പരസ്പരം പറഞ്ഞ വാക്കുകളാണ്. പരസ്പരം സമാധാനിപ്പിക്കണം, പരസ്പരം സമാധാനിപ്പിക്കണം. ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ഇറങ്ങി തിരിച്ച റബ്ബിന്റെ മാർഗത്തിലാണ്. ആ റബ്ബിന്റെ റഹ്മത്ത് അവൻ നമുക്ക് വിശാലമാക്കി തരും. അതേ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയത്. വേറൊന്നും കിട്ടണമെന്നല്ല, ഭൗതികമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല. റബ്ബിന്റെ റഹ്മത്ത്, അതോടൊപ്പം തന്നെ റബ്ബിന്റെ മാർഗത്തിലാണ് ഇറങ്ങിയത് എന്ന കാരണത്താൽ ഏത് പ്രതിസന്ധിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം വിശ്വാസികൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അവൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരും ഏത് കാര്യത്തിലും. ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കുക. ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നേടിയെടുക്കേണ്ട ഒരു വലിയ നേട്ടമാണിത്. എന്താണ്? ഏത് പ്രതിസന്ധി അത് എത്ര രൂക്ഷമായാലും അല്ലാഹുവിൽ അവന് പ്രതീക്ഷയുണ്ടാവണമെന്നാണ്. റബ്ബുണ്ട് കൂടെ, റബ്ബ് ഞങ്ങളെ കൈവിടിയൂല. ഗുഹയിൽ അകപ്പെട്ട മറ്റൊരു ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയിൽ ഹിജറ പോകുന്ന സമയത്ത് അവിടെ അതാ ശത്രുക്കൾ ഗുഹാമുഖത്ത് എത്തി നിൽക്കുമ്പോ പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ റബ്ബിന്റെ റസൂല് പറഞ്ഞ വാക്കെന്താ? ഇന്നല്ലാഹ മഅന, റബ്ബുണ്ട് കൂടെ. എന്തിനാ പേടിക്കണം? ആർത്തടിച്ചുയരുന്ന തിരമാലകളുള്ള സമുദ്രത്തിന്റെ മുന്നിലെത്തിയപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? റബ്ബുണ്ട് കൂടെ. പിറകിലേക്ക് നോക്കുമ്പോൾ ഊരിപ്പിടിച്ച വാളുകളും കുന്തങ്ങളുമായി പാഞ്ഞെടുക്കുന്ന ഫിർഔനും കിങ്കരന്മാരും, മുന്നിൽ വലിയ സമുദ്രമാണ്. അവിടെയാണ് പറഞ്ഞത് റബ്ബുണ്ട് കൂടെ. അല്ലേ? എന്തുകൊണ്ടാണ്? നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഈമാൻ ഹൃദയത്തിൽ ഉറച്ചാലേ അതൊക്കെ ഉണ്ടാവും. അതാണ് ഉറച്ചാൽ ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് അള്ളാഹു നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ആയത്തുകളാണ്. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന വചനങ്ങളാണ്. രക്ഷിതാക്കളെ, നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവണം. നമുക്ക് റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിച്ചിരിക്കാൻ ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ദുനിയാവിലേക്ക് നമ്മെ പടച്ചത് തന്നെ ഈ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. പിൻവലിക്കാൻ ഒരുപാട് ശക്തികൾ ഉണ്ടാകും, പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല. അവിടെ നമ്മൾ നമുക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റക്ക പോരാടിയത് എന്തിനാ? ഒരു മടക്കം റബ്ബിലേക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ്. ഈ അസ്ഹാബുൽ കഹ്ഫും അങ്ങനെയാ. ഈ യുവാക്കൾ ഇറങ്ങിത്തിരിച്ചത് നാടും നാട്ടുകാരും മുഴുവനും അവർക്കെതിരാകുന്നുണ്ട്, അല്ലെങ്കിൽ വിഗ്രഹാരാധനയിലേക്ക് അവരെ ക്ഷണിക്കുകയാണ്, നിർബന്ധിക്കുകയാണ് ഭരണാധികാരി. കൊന്നുകളയുമെന്നാണ് പറഞ്ഞത്. എങ്ങനെയായില്ല, റബ്ബിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചവരാ. ഞങ്ങൾക്ക് റബ്ബുണ്ട് കൂടെ. ആളിപ്പടരുന്ന തീനാളങ്ങൾക്ക് മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഹസ്ബി അല്ലാഹ്,
വനിഅമൽ വക്കീൽ. ജിബ്രീൽ വന്ന് ചോദിക്ക, എന്തെങ്കിലും സഹായം വേണോ? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. കാരണം റബ്ബ് സഹായിക്കുമെന്ന് പറയാൻ മാത്രം ജീവിതം ഉണ്ട്. നമ്മുടെ ജീവിതം അങ്ങനെയാവണം. റബ്ബ് എന്റെ കൂടെയുണ്ട്, റബ്ബ് എന്നെ കൈവടിയൂല എന്ന് മനസ്സ് നമുക്ക് ആത്മധൈര്യം നൽകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം അങ്ങനെയായി തീരണം. നമ്മുടെ ജീവിതം അങ്ങനെയാവണം. നമുക്ക് പറയാൻ കഴിയാത്തത് അതുകൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകളുണ്ട്, പോരായ്മകളുണ്ട്, പിഴവുകളുണ്ട്. അതൊഴിവാക്കിയാലേ നമുക്ക് ഈ ആത്മധൈര്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച പറയണം എന്ന് പറഞ്ഞത് മറന്ന കാര്യം ഇന്ന് പറയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് ഈ ഒരു സൂറത്തു കഹ്ഫിന്റെ നമുക്ക് പഠിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു ഗൈഡ് അല്ലെ. പിന്നെ ഈ സൂറത്തുൽ കഹ്ഫ് അതിന്റെ അർത്ഥം ഒക്കെയുള്ള ഒരു ബുക്ക് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അപ്പൊ അതിന്റെ ഏകദേശം അതിന്റെ പ്രിന്റിങ് കഴിഞ്ഞു, അതിന്റെ അവസാന ഘട്ടത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് സാധനം കിട്ടുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇവിടെയുള്ള മസക്കീർ മൗലവി, മൻസൂർ സൽഫി, അങ്ങനെയുള്ളതിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ ആർക്കൊക്കെയാണ് അത് വേണ്ടത് എന്ന വിവരം എന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഓർഡർ ചെയ്യാം. നിങ്ങൾക്കും ഏറെ ഉപകരിക്കുന്ന ഒന്നാണത്. ക്ലാസ്സിലും അല്ലാത്ത സമയത്തുമൊക്കെ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് വേണ്ടപ്പെട്ടവര് പേര് നൽകണം എന്നീ സമയം പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്കും കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകിയവന്റെ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്, ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ പല ആളുകളും ആ രൂപത്തിലായിരിക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ, വീടുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് രക്ഷിതാക്കള്, സഹോദര സഹോദരിമാര്, നമ്മുടെ പണ്ഡിതന്മാര്, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടങ്ങളെ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.